സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെയും നക്സൽ പ്രസ്ഥാനങ്ങളുടെയും ചൂടേറ്റ കോഴിക്കോട് നഗരം. പ്രത്യയശാസ്ത്രങ്ങൾ പലതുണ്ടെങ്കിലും കഴിഞ്ഞ 45 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ ഉയർന്നു പറക്കുന്നത് ചെങ്കൊടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണയെങ്കിലും LDFിൻ്റെ തേരോട്ടം പിടിച്ചുകെട്ടാൻ UDFന് കഴിയുമോ? സംസ്ഥാനത്ത് സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്ന 1967 കാലം. അന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിച്ചു. പക്ഷെ പിന്നീട് കോൺഗ്രസിനും അതിന് പിന്നാലെ വന്ന UDFനും ഒന്നും കോർപ്പറേഷന്റെ അധികാരത്തിന്റെ പടി ചവിട്ടാൻ കഴിഞ്ഞില്ല. ൽ UDF 34 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചിരുന്നു. പക്ഷേ അന്ന് കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർത്ത എലത്തൂർ, ബേപ്പൂർ, ചെറുവണ്ണൂർ പഞ്ചായത്തുകളുടെ ബലത്തിൽ വീണ്ടും LDF തന്നെ അധികാരത്തിൽ വന്നു. പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പിലും LDF കൂടുതൽ ശക്തരായി. ഇപ്പോഴത് 50 LDF, 18 UDF എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. 7 സീറ്റുകൾ BJPയും. പക്ഷേ ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് UDF അവകാശവാദം ഉന്നയിക്കുന്നു. വികസന പ്രശ്നങ്ങളും ജനവിരുദ്ധ നീക്കങ്ങളും അഴിമതിയുമെല്ലാമാണ് ആയുധങ്ങൾ. എന്തിന് കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ബീച്ച് ഫുഡ് സ്ട്രീറ്റിൽ പോലും പ്രതിപക്ഷം അഴിമതി ആരോപിക്കുന്നു. STP പദ്ധതിക്കെതിരെ ആവിക്കൽത്തോടും കോതിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ. നഗരത്തിൽ തുടർച്ചയായി നടക്കുന്ന തീപിടുത്തങ്ങൾ. ഒപ്പം കെട്ടിട നമ്പർ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ. സ്വജനപക്ഷപാതം. മുമ്പൊരിക്കലുമില്ലാത്ത വിധം കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഒപ്പം വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ കോടതി വിധി സമ്പാദിച്ചത് അനുകൂലമാകുമെന്നും UDF അവകാശപ്പെടുന്നു. ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ 2010 അവരെന്ത് സ്ട്രാറ്റജിയാണ് ചെയ്തത്? കൂടുതൽ വാർഡുകളെ കൂട്ടിച്ചേർത്തു, നിലവിലുള്ള വാർഡ് അതിർത്തികളെ മുറിച്ചു, ജയം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ്. അപ്പോൾ അത് അവരുടെ സ്വയമുള്ള തിരിച്ചറിയലാണ്. അവരുടെ ബലഹീനതയെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് അവർ ആ നടപടിയിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇതൊന്നും വില പോവില്ല. ജനങ്ങൾ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. 7 കൗൺസിലർമാരുള്ള BJP 22 2ാം സ്ഥാനത്താണ്. ഇത്തവണ കൂടുതൽ കരുത്തരാകുമെന്നാണ് BJP അവകാശവാദം. ആ 22 സ്ഥാനങ്ങളിലും വിജയിക്കുക, ഈ 7 സീറ്റുകൾ നിലനിർത്തുക, വീണ്ടും മറ്റ് ചില സീറ്റുകൾ കൂടെ പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് ഭരണപക്ഷത്ത് BJP വരുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം നൽകുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നടക്കാത്ത സുന്ദര സ്വപ്നങ്ങൾ മാത്രമായി മാറുമെന്ന് LDF ആത്മവിശ്വാസം കൊള്ളുന്നു. പുതിയ സ്റ്റാൻഡ് എസ്കലേറ്ററിൽ നിന്ന് തുടങ്ങി കല്ലുത്താൻ കടവ് മാർക്കറ്റ്, STP പ്രൊജക്ട്, ഒടുവിൽ ബീച്ച് ഫുഡ് സ്ട്രീറ്റ് വരെ. ഒപ്പം പൊൻതൂവലായി UNESCO സാഹിത്യ പൈതൃക നഗര പദവിയും. UDFിൻ്റെ നയമെന്താ? എന്തായിരിക്കും UDF ഈ നഗര തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഉന്നയിക്കാം? ഈ നഗരത്തിൽ STP വേണ്ട എന്നാണോ? കോഴിക്കോട് നോർത്ത്, സൗത്ത്, എലത്തൂർ, ബേപ്പൂർ കോർപ്പറേഷൻ പരിധിയിലെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം LDFിനൊപ്പമാണ്. പക്ഷേ ഇത്തവണ കോർപ്പറേഷനെതിരെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ മത്സരം ഏകപക്ഷീയമായിരിക്കില്ലെന്ന് ഉറപ്പ്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.